കൊയിലാണ്ടി കൊല്ലം ടൗണിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ നമുക്ക് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന കൊല്ലം പന്തലായനി പാറപ്പള്ളി മഖാമിലെത്താം. ചരിത്രശേഷിപ്പുകളിലൊന്നായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാൽപാദം കതിഞ്ഞ കല്ല് ഇന്നും നമുക്കവിടെ കാണാൻ സാധിക്കും. ഞങ്ങളവിടെ എത്തിയപ്പോൾ അസറിൻ്റെ സമയമായതിനാൽ തന്നെ അസർ നമസ്കാരം അവിടെ വെച്ച് നിർവഹിച്ച് ഞങ്ങൾ ഈ ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിലൂടെ യാത്ര തുടങ്ങി. ഏക്കർ കണക്കിന് വിശാലമായ ഈ സ്ഥലം ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ്. അതുകൊണ്ട് തന്നെ ദിനംപ്രതി എന്നോളം അനേകം ആളുകൾ ഇവിടെ സിയാറത്തിനായും മറ്റും വരുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാൽപാദം, അതുപോലെ ഔലിയ കിണർ, ഇതുപോലുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഈ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നു. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത തമീമുൽ അൻസാരി എന്ന മഹത് വ്യക്തിയെ കബറടക്കം ചെയ്തത് ഇവിടെയാണെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഹിജ്റ 21 അറേബ്യയിൽ നിന്നുമെത്തിയ മാലിക് ദിനാറും സംഘവും ഈ പാറപ്പള്ളി മഖാം പരിസരത്ത് വിശ്രമിച്ചതായും ചരിത്രങ്ങൾ പറയപ്പെടുന്നു. ഈ മഖാമിൻ്റെ പരിസരത്തായി അനേകം കെട്ടിപ്പൊക്കിയ വലിയ ഖബറുകൾ കാണാം നമുക്ക്. ഈ മഖാമിൽ ദിനം പ്രതി നൂറുകണക്കിന് ആളുകൾ സിയാറത്തിനായി എത്തിപ്പെടുന്നു. അറബിക്കടലിനോട് ചേർന്നുള്ള ഈ പാറയും അതുപോലെ ഈ മഖാമും പള്ളിപ്പറമ്പുമെല്ലാം നമുക്ക് ഒരു അത്ഭുതത്തോടു കൂടി മാത്രമേ നോക്കി കാണാൻ കഴിയൂ. ഇതിൻ്റെ ഒരു ഭാഗം കടലോരമായതിനാൽ തന്നെ നമുക്ക് ഒരല്പം ആനന്ദം കൂടി ഈ സിയാറ യാത്രയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. കടലിനോട് ചേർന്ന് ഏകദേശം കടലിൽ നിന്നും ഒരു 5-6 മീറ്റർ മാത്രം വ്യത്യാസത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കിണർ, പക്ഷേ കിണറിലെ വെള്ളത്തിന് ഒരല്പം പോലും ഉപ്പുരുചിയില്ല എന്നുള്ളത് നമുക്കൊരു അത്ഭുതമുള്ള സംഭവം തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത്.